നമസ്കാരം, ഞാൻ അമലക്ഷയ്. സിനിമാ പ്രേമികളും അതുപോലെ തന്നെ രജനി ആരാധകരും ഈ രണ്ട് കൂട്ടരും ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു കൂലി എന്ന് പറയുന്നത്. ലോകേഷ് കനകരാജിൻ്റെ ഇതുവരെ ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈ എക്സ്പെക്റ്റേഷനിലായിരുന്നു ആ ഒരു കൂലി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് വന്നത്. എന്നാൽ തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ വന്ന സമയത്ത് ആൾക്കാർ എത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നു, ആ ഒരു പ്രതീക്ഷയുടെ പകുതി പോലും സാറ്റിസ്ഫാക്ഷൻ ഓഡിയൻസിന് കൊടുക്കാനായിട്ട് ആ ഒരു സിനിമയ്ക്ക് പറ്റിയിരുന്നില്ല. ഇതിനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സിനിമയുടെ ഇമോഷണൽ കണക്ടിവിറ്റി ആയിരുന്നു. അതായത് ആ ഒരു സിനിമ കാണുകയാണെങ്കിൽ മുമ്പത്തെ ലോകേഷ് കനകരാജിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് കാണാം. അപ്പോൾ ഇതിന് കാരണം കൂലി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ തിരക്കഥയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട 3 പാളിച്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൂലിയുടെ തിരക്കഥയിൽ ലോകേഷ് ശ്രദ്ധിക്കാതെ പോയ 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു റോസ്റ്റ് വീഡിയോ അല്ല. അതായത് ആ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് അതിനെ കളിയാക്കിക്കൊണ്ട് അതിനെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ അല്ല ഇത്. പകരം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ, നിങ്ങൾക്ക് നാളെ ഒരു സിനിമയുടെ തിരക്കഥ എഴുതാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലോകേഷ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ള ആ ഒരു 3 മിസ്റ്റേക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ തിരക്കഥയിൽ നാളെ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടും ക്രിയേറ്റീവായിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കൂലി സിനിമ ആളുകളിലേക്ക് ഇമോഷണലി കണക്ട് ആവാത്തതിനുള്ള 3 പ്രധാനപ്പെട്ട റീസൺസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്കാണ് പവർലെസ് വില്ലൻ. അതായത് ലോകേഷ് കനകരാജിൻ്റെ മുമ്പുള്ള ഏത് സിനിമ നിങ്ങൾ എടുത്ത് നോക്കിയാലും ആ സിനിമകളിലെല്ലാം തന്നെ ശക്തനായിട്ടുള്ള എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മാസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആ ഒരു വിജയ് സേതുപതിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ വിക്രത്തിലേക്ക് നോക്കിയാലും അവിടെ നിങ്ങൾക്ക് വിജയ് സേതുപതിയുടെ ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റും വില്ലനായിട്ട്. അതുപോലെ നിങ്ങൾ കൈതി നോക്കിയാലും. എന്നാൽ ഇപ്പം ഈ ഒരു കൂലിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു വില്ലനായിട്ടുള്ള പ്രധാന വില്ലനായിട്ടുള്ള സൈമൺ എന്ന് പറയുന്ന നാഗാർജുനയുടെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പവർലെസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വെറുതെ ഒരു ഡമ്മി പീസിനെ കൊണ്ടുവച്ച കണക്കാണ് ആ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ല സിനിമയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ ഉണ്ടെങ്കിൽ ആ ഒരു വില്ലനായിരിക്കും എപ്പോഴും നായകന് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരികയും നായകനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലേ. എന്നാൽ നമ്മൾ കൂലിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കൂലിയിൽ രജനിക്കിട്ട് പണി കൊടുക്കുകയും രജനിയെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ നാഗാർജുന അല്ല, ഈ പറഞ്ഞ നമ്മുടെ മലയാളികളുടെ സ്വന്തം സൗബിനാണ്. സൗബിൻ്റെ ക്യാരക്ടറാണ് രജനിക്കിട്ട് കൂടുതൽ പണി കൊടുക്കുകയും ശരിക്കും ഒരു വില്ലനായിട്ട് ആ ഒരു സിനിമയിൽ കാണപ്പെടുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവസാനം കാണിച്ചു തരുന്ന ആ ഒരു നാഗാർജുന വളരെ ഡമ്മി ആയിട്ടുള്ള, അയാളുടെ ആകപ്പാടെ മാസ് തോന്നുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ അത്രയും മാസ് തോന്നില്ലെങ്കിൽ പോലും എന്തെങ്കിലും കൊള്ളാമെന്ന് പറയുന്ന സീൻ എന്ന് പറയുന്നത് ആ സൗബിൻ്റെ തലക്കടിച്ച് സൗബിനെ കണ്ടുപിടിച്ച് തലക്കടിച്ച് കൊല്ലുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ കണക്ക് ആ ഒരു സൗബിൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ കുത്തിക്കൊല്ലുന്നതുമാണ്. ബാക്കി നോക്കുകയാണെങ്കിൽ എൻ്റയർലി ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ ദുരന്തം പിടിച്ച ക്യാരക്ടറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാഗാർജുനയുടെ അച്ഛനെ പണ്ട് രജനി തട്ടി, അത് കഴിഞ്ഞ് കൂടെ നിന്നിട്ട് മകനെ കൂടെ ഉള്ള ആൾക്കാർ തട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കൂടെ നിന്ന് രജനി ചതിച്ചു, സൗബിൻ ചതിച്ചു, മൊത്തത്തിൽ നാട്ടുകാരെല്ലാം കൂടെ ഇട്ട് പണി കൊടുക്കുന്ന ഒരു ദുർബലനായ ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ നമുക്ക് നാഗാർജുനെ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഗോൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ദേവി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഹീറോസ് ജേണി ഒന്ന് എടുത്തു നോക്കാം. അദ്ദേഹത്തിൻ്റെ ഓർഡിനറി ലൈഫാണ് ആദ്യം തന്നെ കാണുന്നില്ലേ. ആ ഒരു ഓർഡിനറി ലൈഫിന് അദ്ദേഹം എന്താണ്, ആ പറയുന്ന ആ ഒരു സ്ഥലത്തിൽ ഈ പറഞ്ഞ 18-19 ആൾക്കാരുമായിട്ട് ഒത്തുകൂടി താമസിച്ച് പോവുകയാണ്. ഒരു തരത്തിലുള്ള പ്രശ്നത്തിന് ഒന്നിനും പോകുന്നില്ല, സമാധാനമായിട്ട് അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു കാൾ ടു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഈ പറഞ്ഞ രാജശേഖരൻ പുള്ളി തട്ടിപ്പോയി, പുള്ളിനെ ആരോ അടിച്ചു കൊന്നു. ഓക്കെ, ഇത് അറിഞ്ഞിട്ടാണ് പുള്ളി അവിടുന്ന് ഇറങ്ങി വരുന്നത്. അയാളുടെ ആ ഒരു ഓർഡിനറി ലൈഫ് മാറ്റി വെച്ചിട്ട് അവിടേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ എന്താണ്, പുള്ളിക്ക് 2 പ്രധാനപ്പെട്ട ഗോളാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ കണക്ക് ആരാണ് രാജശേഖരനെ കൊന്നതെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ രാജശേഖരൻ്റെ 3 പെൺമക്കളുണ്ട്. ഈ 3 പെൺമക്കളെയും സേഫായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം. ഇൻ്റർവെൽ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് കൊന്നത്, സൗബിൻ്റെ കഥാപാത്രമാണ് ഈ പറഞ്ഞ രാജശേഖരനെ തട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർവെൽ വരെ രജനിക്ക് ഇവിടെയുള്ള ഗോൾ ഫിക്സഡ് ആണല്ലേ, അതായത് സൗബിനെ തട്ടുക. അങ്ങനെ വന്നിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു ഗോൾ അങ്ങ് ഷിഫ്റ്റ് ആവുക. സൗബിനെ തട്ടുന്നതിനേക്കാളും പ്രധാനമായിട്ട് അയാൾക്ക് തട്ടേണ്ടി വരുന്നത് ഈ പറഞ്ഞ സൈമൺ എന്ന് പറയുന്ന പ്രധാന വില്ലനെയാണ്. അവിടെ തന്നെ വില്ലനെ ഷിഫ്റ്റായി, അതുപോലെ തന്നെ ഗോളും പെട്ടെന്ന് ഷിഫ്റ്റായി. അപ്പോൾ ഈ ഒരു ഗോൾ ഷിഫ്റ്റാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോറിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിക്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പടത്തിൻ്റെ ഗോൾ എന്താണ്, തൻ്റെ മകനെ കൊന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കണ്ടുപിടിച്ച് അയാളെ കൊല്ലുന്നത് തന്നെയാണ് ആ പടത്തിൻ്റെ എൻഡും വരുന്നത്. അതായത് തുടക്കത്തിലുള്ള ഗോൾ എന്താണ്, അത് തന്നെയാണ് അവസാനം വരെ വിക്രത്തിലുള്ളത്. നിങ്ങൾ ഇനി മാസ്റ്ററിലേക്ക് നോക്കിയാലും മാസ്റ്ററിലും എന്താണ്, ആ ഒരു വിജയുടെ കഥാപാത്രത്തിൻ്റെ ആ ഒരു കാൾ ടു അഡ്വഞ്ചർ എന്ന് പറഞ്ഞ് 2 പിള്ളേരെ ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരനായിട്ടുള്ള ഭവാനിയെ കൊല്ലാന്നുള്ളായിരുന്നു അയാളുടെ ഗോൾ. ആ ഒരു പടം തീർന്നപ്പോൾ അയാൾ ആ ഒരു ഗോളിലേക്ക് എത്തി. എന്നാൽ കൂലിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഗോൾ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഗോൾ ഷിഫ്റ്റ് ചെയ്തതല്ല പ്രശ്നം, ഷിഫ്റ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. എന്നാൽ ആ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ ഗോൾ എന്തായിരുന്നോ അതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നതായിരിക്കണമായിരുന്നു രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോളിൻ്റെ റീസൺ എന്താണ്, ആദ്യത്തെ ഗോളിൻ്റെ റീസൺ കൂട്ടുകാരനെ കൊന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള പ്രതികാരം ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, എന്നാൽ അവിടെ ഗോൾ ഷിഫ്റ്റ് ആവുകയാണ്.
അതിലും വലിയൊരു സംഭവം വരുമ്പോഴാണല്ലോ ആ ഗോൾ ഷിഫ്റ്റ് ആവേണ്ടത്. രണ്ടാമത് വന്ന സംഭവം എന്താണ്? സ്വന്തം മകളെ ഒരാൾ കൊല്ലാൻ പോകുന്നു, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഗോൾ ഷിഫ്റ്റ് ആകുന്നതിൽ തെറ്റില്ല. എന്നാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഗോൾ ഷിഫ്റ്റ് ആകുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഗോളിലേക്ക് പോകുന്നതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കൂലികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൂലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം സീനുകൾ ആദ്യമേ തന്നെ കാണിച്ചിട്ട് കൂലികളും അതുപോലെ തന്നെ ഈ ഒരു രജനിയുടെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധവും ആ ജോലിയും അതുമായിട്ടുള്ള ആത്മബന്ധവും ഇതൊക്കെ ആൾക്കാർ ഉള്ളിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കുറേയധികം സീനുകൾ ആദ്യം തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ മകളെ അയാൾക്ക് നഷ്ടപ്പെട്ട് മകൾക്ക് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു അച്ഛൻ ആ ഒരു ഇമോഷനും കൂടെ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഗോള് കറക്റ്റായിട്ട് വർക്ക് ചെയ്തേനെ. പകരം അതൊന്നും കൊടുക്കാതെ പെട്ടെന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള അയാളുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ സുഹൃത്താണെന്ന് കാണിച്ചിട്ട് അയാൾക്ക് വേണ്ടിയിട്ടൊരു ഗോളിന് പോകുന്നതായിട്ട് കാണിച്ചിട്ട് അവസാന നിമിഷം ചെറിയൊരു ഡയലോഗിലൂടെ കൂലികൾക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം ചെയ്യും, ഇതുപോലെ മകളുടെയും ആ ഒരു ഇമോഷൻ ഒന്നും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിരിയാണി തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് അവസാനം പഴങ്കഞ്ഞി കൊടുത്ത അവസ്ഥയായിപ്പോയി. നേരെ മറിച്ച് ഇതേ സാധനം തന്നെ ഗോൾ ഷിഫ്റ്റ് ബിരിയാണി തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് അവിടെ ഒരു ഫുൾ മന്തി കൊടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? അത് സിമ്പിളായിട്ട് പറ്റുമായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ആ ഒരു മകൾ അച്ഛൻ പാസം അത് ആദ്യം തൊട്ട് തന്നെ കാണിച്ചിരുന്നെങ്കിൽ, രജനിയുടെ ക്യാരക്ടറിനെ കാണിച്ച സമയത്ത് തന്നെ മകളെ വർഷങ്ങളായിട്ട് കാണുന്നില്ല, മകൾ ആരാന്നറിയില്ല, മകളെ കാത്തിരിക്കുന്ന സീനുകളൊക്കെ ആദ്യമേ കാണിച്ച് മകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അച്ഛനെ ആദ്യമേ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ചെറിയ രീതിയിൽ ഈ ഒരു സുഹൃത്തുമായിട്ടുള്ള ബന്ധമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഗോള്, ആ പറയുന്ന ദയാലിനെ കൊല്ലുക എന്നുള്ള ഗോളിനപ്പുറത്തേക്ക് മുകളിലേക്ക് ഈ സൈമണെ കൊല്ലുന്ന ഗോളിലേക്ക് ഷിഫ്റ്റ് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് അത് ഇമോഷണലി കണക്റ്റ് ആയേനെ. അടുത്ത മൂന്നാമത്തെ മിസ്റ്റേക്കാണ് കോംപ്ലക്സ് സ്റ്റോറി. അതായത് നിങ്ങൾ കൂലിയുടെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേയധികം ആൾക്കാരുടെ ചെറിയ ചെറിയ കഥകളെല്ലാം കൂടി എടുത്ത് അടുക്കി വെച്ചിട്ട് വലിയൊരു കഥ ഉണ്ടാക്കിയ അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് സൗബിൻ്റെ ഭാര്യയുടെ ഒരു കഥ പറയുന്നുണ്ട്, പഴയ കാലത്ത് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അങ്ങനെ കുറേ കഥകൾ. അതുപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സൈമൻ്റെ കഥ പറയുന്നുണ്ട്, സൈമൻ്റെ ചെറിയ കാലത്തെ കഥ പറയുന്നുണ്ട്, രജനിയുടെ കഥ പറയുന്നുണ്ട്, അതുപോലെ തന്നെ രജനിയുടെ കൂട്ടുകാരനായിട്ടുള്ള രാജശേഖരൻ്റെയും അവരുടെ പെൺമക്കളുടെയും കഥ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം മൾട്ടിപ്പിൾ പല പല സ്ഥലങ്ങളിലെ കഥ പറയുന്നുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിലെ കഥ പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. എന്നാൽ ഈ കഥയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു മീറ്റർ ഉണ്ടായിരിക്കണമായിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിക്രം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വിക്രം എന്ന് പറയുന്ന സിനിമയിൽ കുറേയധികം ആൾക്കാരുടെ കഥ പറയുന്നുണ്ട്. അതായത് നരേൻ്റെ കഥ പറയുന്നുണ്ട്, ഫാസിലിൻ്റെ കഥ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ആളുകളുടെ എല്ലാം കഥ പറയുന്നുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ആ ഓരോ കഥയ്ക്കും കൃത്യമായിട്ടുള്ള മീറ്റർ ഉണ്ടായിരുന്നു. അതായത് നരേൻ്റെ കഥ പറയുന്നുണ്ട്. നരേൻ്റെ കഥ ആ ഒരു ഇൻട്രോഗേഷൻ സീനിൽ വളരെ ചെറിയൊരു ഡയലോഗിലൂടെയാണ് അദ്ദേഹം ആ ഒരു കഥ പറയുന്നത്. അയാളുടെ ഫാമിലി നഷ്ടപ്പെട്ടു പോയതും അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയെന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു 5-6 സീനിലേക്കൊക്കെ വലിച്ച് മീറ്റർ ആ ഒരു കഥ പറഞ്ഞിട്ടില്ല. വളരെ ചെറിയൊരു മീറ്ററിലാണ് നരേൻ്റെ കഥ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫഹദ് ഫാസിലിനെ നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിലിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പല പല സീനുകൾ കാണിച്ചിട്ട് എന്താണ് നരേൻ്റെ ലൈഫിൽ സംഭവിച്ചത് അത് തന്നെ ഫഹദ് ഫാസിലിൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ആവുന്നത് നമ്മളെ കുറേ സീനുകളിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും വലുതായിട്ടാണ് എന്താണ് കമൽഹാസൻ്റെ ആ ഒരു സീനുകൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്രത്തിൽ കവർ ചെയ്തിട്ടുള്ള കമൽഹാസൻ്റെ ലൈഫും കമൽഹാസൻ്റെ സീനുകളും പിന്നെ ഫഹദ് ഫാസിലിൻ്റെ നരേൻ്റെ കുറച്ച്. അപ്പോൾ വിക്രത്തിൽ പല പല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഏതിന് കൂടുതൽ ടൈം കൊടുക്കണം, ഏതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ള ആ ഒരു മീറ്റർ അതിനകത്ത് കറക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കൂലിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞിട്ട് ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് അറിയാത്ത രീതിയിൽ എല്ലാം തുല്യമായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈമൻ്റെ അച്ഛനെ കൊന്നതാണ് സൈമൻ്റെ ഏറ്റവും വലിയ പ്രതികാരം ആ പടത്തിൽ, അല്ലേ? അത് പ്രധാന വില്ലനാണ് സൈമൺ. അവൻ്റെ അച്ഛനെ കൊന്നതാണ് അവനെ വേട്ടയാടുന്ന അല്ലെങ്കിൽ അവന് രജനിയോടുള്ള കലിപ്പിനുള്ള ഏറ്റവും വലിയ റീസൺ. ആ ഒരു സീനൊന്നും ഒരു പ്രാധാന്യമില്ല. രജനി വെറുതെ ഒരു കഥ, എന്തിനാണ് അച്ഛനെ കൊന്നതെന്നുള്ള കഥയൊക്കെ വെറുതെ വന്നിരുന്ന് പറയുകയാണ്. കുറേ കൂലികളെ അവിടെ കൊണ്ടുപോയി നാട് കടത്തി അവിടെ ഇട്ട് കൊന്നു, അതിനെ ഞാൻ പ്രതികാരം ചെയ്യുന്നൊക്കെ ഇത് വെറുതെ ഡയലോഗ് പറയാം. എങ്ങനെയാണോ വിക്രത്തിൽ നരേൻ കഥ പറഞ്ഞത് അതേപോലെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തെ ചെറുതാക്കി വെച്ചേക്കുന്നു. പകരം മറ്റേ കസാര ഉണ്ടാക്കിയ കഥയൊക്കെ കുറേ സീനുകൾ കാണിച്ചു, ഭയങ്കര സംഭവമായിട്ട് അതിനെ പൊലിപ്പിച്ച് കാണിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു ശരിക്കും വലുതാക്കി കാണിക്കേണ്ടത്. അങ്ങനെ ആ ഒരു മീറ്റർ കറക്റ്റ് അല്ലാതെ എല്ലാ കഥകളും കുഴഞ്ഞു മറിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് അടുത്ത മൂന്നാമത്തെ മിസ്റ്റേക്ക്. അപ്പോൾ ഈ ഒരു 3 മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ, ആദ്യത്തെ തന്നെയാണ് ശക്തമായിട്ടൊരു വില്ലൻ ഇല്ലായിരുന്നുള്ളത്. രണ്ടാമത് ആ ഒരു ഗോൾ ഷിഫ്റ്റ്, പ്രോപ്പർ അല്ലാത്തൊരു ഗോൾ ഷിഫ്റ്റ് വന്നത്. മൂന്നാമതായിട്ട് ആ ഒരു സ്റ്റോറി കൂടുതൽ കോംപ്ലക്സ് ആക്കി വെച്ചത്. അപ്പോൾ ഈ 3 മിസ്റ്റേക്സ് മാത്രമല്ല, മറ്റു കുറേ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതൊന്നും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് 3മാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ 3 കാര്യങ്ങൾ സോൾവ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സിനിമ നല്ലതാകുമെന്നും ഇതുപോലെ തന്നെ, അതായത് വിക്രം പോലെയൊക്കെ നല്ലൊരു സിനിമയായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അത് സാധിക്കാതെ പോയി. എന്നിരുന്നാൽ പോലും ഇനി ലോകേഷിൻ്റെ വരാൻ പോകുന്ന മറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം ഈ പറയുന്ന മിസ്റ്റേക്സ് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും